എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം കിട്ടും. പക്ഷെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മള് ഇത്രയും പൈസ പൊട്ടിയല്ലോ എന്ന് റിയലൈസ് ചെയ്യാം. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പം പുറത്തേക്ക് ഇറങ്ങിക്കളയാന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പക്ഷേ കടുത്ത തലവേദന കാരണം ആദ്യം തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് പോയിട്ട് കോഫിയല്ല ഒരു അടിപൊളി ചായ കുടിച്ചു. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ചായ തരുന്ന ആ ഒരു എനർജി അത് അടിപൊളിയാണല്ലേ. യെസ്, അപ്പം ചായയൊക്കെ കുടിച്ച് നല്ല എനർജിയൊക്കെ വരുത്തിയിട്ട് ഞാൻ എസ്ദാൻ മോളിലുള്ള ഓരോ കടകളും അരിച്ച് പെറുക്കാൻ തുടങ്ങി. ഒരു കടയും വിട്ടിട്ടില്ല. എനിക്ക് ആക്ച്വലി ഒരു ജാക്കറ്റ് വാങ്ങുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോയ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് എന്തൊക്കെയോ വാരിപ്പെറുക്കിയിട്ടാണ് ഞാൻ വന്നത്. ആക്ച്വലി ഈ ഒരു ഫോട്ടോ ഫ്രെയിമൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലേ. ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മെല്ലെ അറിയാണ്ട് പോകും. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കൊടുന്ന ഒരു ശീലം എനിക്കുണ്ട്. ആൻഡ് ഈ ഒരു സാധനം അതെനിക്ക് മസ്റ്റായിട്ട് ആവശ്യമില്ലായിരുന്നു. ബിക്കോസ് ഖത്തറിൽ ഇപ്പോൾ വിൻ്റർ തുടങ്ങിയിട്ട് എനിക്ക് രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ കയ്യിലും കാലും സോക്സ് ഇല്ലാണ്ട് ഞാനിങ്ങനെ തണുത്ത് വിറക്കുകയാണ്. ആൻഡ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ചിക്കിങ്ങിൽ പോയിട്ട് അതും ഓർഡർ ചെയ്ത് അതും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.